വനനശീകരണം പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് നമ്മുടെ സാധാരണമായ ആശങ്കയാണ്. എന്നാൽ കാട് നശിക്കുമ്പോൾ മനുഷ്യരെ രോഗങ്ങൾ കീഴടക്കുമെന്നത് അത്യന്തം ഉത്കണ്ഠ ഉളവാക്കുന്നില്ലേ? വനങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ ഡെങ്കി, സിക്ക, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ വർദ്ധിക്കുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. കാടുകൾ നശിക്കുമ്പോൾ രോഗം പടർത്തുന്ന കൊതുകുകൾ നശിക്കുന്നില്ല. അവ പുതിയ ഇരകളായി മനുഷ്യരെ തേടി വരുന്നതാണ് പല സാംക്രമിക രോഗങ്ങളും അതിവേഗം പടരാൻ കാരണമെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതേക്കുറിച്ചാണ് ഈ ലക്കം ഡിസ്കവറി ലാബ്. സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക്. അതിവേഗം അപ്രത്യക്ഷമാകുന്ന അറ്റ്ലാന്റിക് വനത്തിൽ വൈവിധ്യമാർന്ന വന്യജീവികളെക്കാൾ മനുഷ്യരെയാണ് ഇപ്പോൾ പല ജീവിവർഗങ്ങളും, പ്രത്യേകിച്ച് കൊതുകുകൾ, ഇഷ്ടപ്പെടുന്നത് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ സ്വഭാവം ഡെങ്കി, സിക്ക തുടങ്ങിയ അപകടകരമായ വൈറസുകൾ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. വനനശീകരണം രോഗത്തിന്റെ അതിവേഗ വ്യാപനത്തിന് കാരണമാകുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. അറ്റ്ലാന്റിക് വനം ചുരുങ്ങുമ്പോൾ കൊതുകുകൾ അവയുടെ പ്രാഥമിക രക്തസ്രോതസ്സായി മനുഷ്യരെ കണ്ടെത്തുകയും അവരിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഈ മാറ്റം കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളുടെ വ്യാപനം ത്വരിതപ്പെടുത്തുകയും വനപ്രദേശങ്ങളിലെ സമൂഹങ്ങളെ പകർച്ചവ്യാധികൾക്ക് ഇരയാക്കുകയും ചെയ്യും. ബ്രസീലിന്റെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക് വനം നൂറുകണക്കിനിനം പക്ഷികൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, സസ്തനികൾ, മത്സ്യങ്ങൾ എന്നിവയുൾപ്പെടെ അസാധാരണമായ ശ്രേണിയിലുള്ള ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. വനം നശിക്കുമ്പോൾ ആ ജൈവസമ്പത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുന്നു. വികസനത്തിന്റെ പേരിൽ മനുഷ്യരുടെ കൈകടത്തൽ കാടിനെ അതിന്റെ യഥാർത്ഥ വലിപ്പത്തിന്റെ ഏകദേശം 1/3 ചുരുക്കിയിരിക്കുന്നു. ഒരിക്കൽ കേടുകൂടാതെയിരുന്ന ആവാസ വ്യവസ്ഥയെ ആളുകൾ കൂടുതൽ ആക്രമിക്കുമ്പോൾ വന്യജീവികൾ പുറന്തള്ളപ്പെടുന്നു. ഒരിക്കൽ ഇവയിൽ നിന്ന് രക്തം കുടിച്ചിരുന്ന കൊതുകുകൾക്ക് പിന്നെ മനുഷ്യരിലേക്ക് ശ്രദ്ധ തിരിക്കുകയേ നിവർത്തിയുള്ളൂ. അറ്റ്ലാന്റിക് വനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത കൊതുകുകളുടെ ഇനം മനുഷ്യരക്തം കുടിക്കാൻ കൂടുതൽ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി. റിയോ ഡി ജനീറോയിലെ ഒസാൾഡോ ക്രൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവശാസ്ത്രജ്ഞനായ ഡോക്ടർ ജെറോണിമോ അലൻകാർ പറയുന്നു. വൈവിധ്യമാർന്ന കശേരുജീവികളുടെ സാന്നിധ്യമുള്ള അറ്റ്ലാന്റിക് വനം പോലുള്ള ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യരക്തത്തോടുള്ള ഇഷ്ടം രോഗകാരികളായ കൊതുകുകൾ മൂലമുള്ള രോഗസംക്രമണ സാധ്യതയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. റിയോ ഡി ജനീറോയിലെ ഫെഡറൽ സർവകലാശാലയിലെ മൈക്രോബയോളജി ഇമ്മ്യൂണോളജി ഗവേഷകനായ ഡോക്ടർ സെർജിയോ മച്ചാഡോയുടെ വാക്കുകളാണിത്. കൊതുകുകൾ എന്താണ് ഭക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഗവേഷണ സംഘം സിറ്റിയോ റെക്കാൻഡോ സംരക്ഷിത വനത്തിലും ഗ്യാപ്പിയാഗു നദീ പരിസ്ഥിതി സംരക്ഷണ കേന്ദ്രത്തിലും ലൈറ്റ് ട്രാപ്പുകൾ അഥവാ പ്രകാശ കെണികൾ സ്ഥാപിച്ചു. റിയോ ഡി ജനീറോ സംസ്ഥാനത്തെ 2 പ്രകൃതിദത്ത കരുതൽ ശേഖരങ്ങളാണിവ. അടുത്തിടെ രക്തം കുടിച്ച പെൺകൊതുകുകളെ വേർതിരിച്ച് ലാബിൽ പഠിച്ചു. കൊതുകുകളുടെ ഉള്ളിലെ രക്തത്തിൽ നിന്ന് ശാസ്ത്രജ്ഞർ DNA വേർതിരിച്ചെടുക്കുകയും ജൈവ ബാർകോഡ് പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ജീൻ കണ്ടെത്തുകയും ചെയ്തു. ഓരോ കശേരു ജീവിവർഗത്തിലും ഈ ജനിതക അടയാളത്തിന്റെ സ്വന്തം പതിപ്പുണ്ട്. ബാർകോഡുകൾ റെഫറൻസ് ഡാറ്റാബേസുകളുമായി പൊരുത്തപ്പെടുന്നതിലൂടെ കടിച്ച മൃഗങ്ങളെ തിരിച്ചറിയാൻ സംഘത്തിന് കഴിഞ്ഞു. 52 വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള 1714 കൊതുകുകളുടെ കെണികളിലൂടെ ശേഖരിച്ചു. അവയിൽ 145 പെൺകൊതുകുകൾ രക്തം വഹിക്കുന്നതായി കണ്ടെത്തി. 24 ജീവികളുടെ ചോര ഗവേഷകർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് 18 മനുഷ്യരിൽ നിന്നും, ഒരു ഉഭയജീവിയിൽ നിന്നും, 6 പക്ഷികളിൽ നിന്നും, ഒരു കാനിഡിൽ നിന്നും, ഒരു എലിയിൽ നിന്നുമായിരുന്നു. ചില കൊതുകുകൾ ഒന്നിലധികം ഇരകളുടെ ചോര കുടിച്ചിരുന്നു. വനനശീകരണം തുടരുകയും മനുഷ്യവാസ കേന്ദ്രങ്ങൾ വനപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമ്പോൾ നിരവധി സസ്യ ജന്തുജാലങ്ങൾ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ കൊതുകുകൾ ഭക്ഷണം കണ്ടെത്തുന്ന രീതിയിലും മാറ്റം വരുത്തുന്നു. പലപ്പോഴും മനുഷ്യരിലേക്കാണ് അവ കൂടുതലും അടുക്കുന്നത്. പ്രകൃതിദത്തമായ ഓപ്ഷനുകൾ കുറവായതിനാൽ കൊതുകുകൾ പുതിയതും ബദൽ രക്തസ്രോതസ്സുകളും തേടാൻ നിർബന്ധിതരാകുന്നു. ഈ പ്രദേശങ്ങളിൽ ഏറ്റവും വ്യാപകമായ ആതിഥേയർ മനുഷ്യരായതിനാൽ സൗകര്യാർത്ഥം അവ മനുഷ്യരെയാണ് കൂടുതലായും ചോര കുടിക്കാൻ ആശ്രയിക്കുന്നത്. മച്ചാഡോ വിശദീകരിക്കുന്നു. കൊതുകടി വെറുമൊരു ശല്യമല്ല. പഠനം നടത്തിയ പ്രദേശങ്ങളിൽ മഞ്ഞപ്പനി, ഡെങ്കി, സിക്ക, മായരോ, സാബിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ വൈറസുകൾ കൊതുകുകൾ പരത്തുന്നതായി കണ്ടെത്തി. ഈ അണുബാധകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ദീർഘകാല സങ്കീർണതകൾക്ക് വഴിവെക്കുകയും ചെയ്യും. ആവാസ വ്യവസ്ഥയിലൂടെയും മനുഷ്യ ജനസംഖ്യയിലൂടെയും രോഗങ്ങൾ എങ്ങനെ പടരുന്നുവെന്ന് മനസ്സിലാക്കാൻ
കൊതുകുകൾ ചോര കുടിക്കുന്ന രീതി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗവേഷകർ ഊന്നി പറയുന്നു. നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.